നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവ കർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പഴഞ്ഞി ജെറൂസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. പഴഞ്ഞി അരുവായി പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുവാൻ കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. വെസ്റ്റ് മങ്ങാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മതിയാട്ടു വീട്ടിൽ പ്രണവ്, സുഹൃത്ത് എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ പക്കലുള്ള ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂവെന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ചർച്ച നടന്നിട്ടേയില്ലെന്നും വി ഡി സതീശൻ. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന 1 ലക്ഷം കടന്നു. സ്വർണ്ണവില ഒരു വർഷത്തിനുള്ളിൽ ഏറുന്നത് ഇരട്ടിയിലേറെ. ഈ വർഷം ആദ്യം ഗ്രാമിന് 7,150 രൂപയും പവന് 57,200 രൂപയുമായിരുന്നു സ്വർണ്ണവില. 1,01,600 എന്ന മാന്ത്രിക സംഖ്യ തൊടുന്നത് വർഷാവസാനം അടുക്കുമ്പോൾ. വാർത്തകൾ വിശദമായി. യുവ കർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പഴഞ്ഞി ജെറൂസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. പഴഞ്ഞി അരുവായി പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം പമ്പു ചെയ്യുവാൻ കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഷൈജുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രോഷ്ണിയാണ് ഭാര്യ. ശ്രാത്തിക, ശ്രേയ എന്നിവർ മക്കളാണ്. ജെറൂസലേമിൽ ബീറ്റ എന്ന പേരിൽ സ്റ്റുഡിയോ നടത്തുന്ന ഷൈജു മികച്ച കർഷകനും അരുവായി പാടശേഖര സമിതി പ്രസിഡന്റും കൂടിയാണ്. വെസ്റ്റ് മങ്ങാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മതിയാട്ടു വീട്ടിൽ പ്രണവ്, സുഹൃത്ത് എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ബൈക്കിൽ പോകുകയായിരുന്ന യുവാക്കളും മറ്റ് 2 യുവാക്കളും തമ്മിൽ സംഘർഷമുണ്ടായതായി പറയുന്നു. സംഘർഷത്തിനിടെയാണ് ഇരുവർക്കും പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ ഇടത് കൈക്കും പ്രണവിന്റെ വലത് കാലിനും പരിക്കുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. പരിക്കേറ്റ ഇരുവരും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിക്കേറ്റവരിൽ നിന്ന് മൊഴിയെടുത്തു. അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു. വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ പക്കലുള്ള ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂ എന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ച നടന്നിട്ടേയില്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതേക്കുറിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുരളീധരന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഗുരുവായൂരിൽ മത്സരിക്കുമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും താൻ ഗുരുവായൂർ ഭക്തൻ മാത്രമാണെന്നും മുരളീധരൻ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് തനിക്ക് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ സീറ്റ് ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന ലീഗ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഗുരുവായൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അഭിപ്രായപ്പെട്ടിരുന്നു. വർഷങ്ങളായി LDF ജയിക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ. നിരവധി പരീക്ഷണം നടത്തിയിട്ടും ഇവിടെ UDFന് വിജയിക്കാനായിരുന്നില്ല. ഇതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യമുന്നയിച്ചത്. ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം UDF നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ടാജറ്റ് പറഞ്ഞിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 1 ലക്ഷം കടന്നു. ഒരു വർഷത്തിനുള്ളിൽ ഏറുന്നത് ഇരട്ടിയിലേറെ രൂപ. ഈ വർഷം ആദ്യം ഗ്രാമിന് 7,150 രൂപയും പവന് 57,200 രൂപയുമായിരുന്നു സ്വർണ്ണവില. വർഷാവസാനം അടുക്കുമ്പോഴാണ് 1,01,600 എന്ന മാന്ത്രിക സംഖ്യ തൊടുന്നത്. ഇതിനിടെ ഏതാണ്ട് എല്ലാ മാസങ്ങളിലും സ്വർണ്ണവില തുടർച്ചയായി ഉയർന്ന് സാധാരണക്കാർക്ക് അപ്രാപ്യമാം വിധം ഉയരത്തിലായി. സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ഇത്രയും മുന്നേറ്റമുണ്ടാകുമെന്ന വർഷം ഇതാദ്യമാണ്. 1,760 രൂപയാണ് ഇന്നത്തെ ദിവസം മാത്രം വർദ്ധിച്ചത്. ഇന്നലെ രാവിലെ 22 ക്യാരറ്റ് സ്വർണത്തിന് 99,200 രൂപയും ഉച്ചയ്ക്ക് ശേഷം പവന് 640 രൂപ കൂടി വിപണി വില 99,840 ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി.
നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനായി മരങ്ങൾ മുറിച്ചത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണെന്ന് ആക്ഷേപം ഉയരുന്നു. തെക്കേനടയിൽ ആനകളെ തളയ്ക്കുന്ന ഭാഗത്തെ മാവ്, പുളി, അത്തി എന്നീ 3 മരങ്ങളാണ് മുറിച്ചുമാറ്റിയത്. ഈ മരങ്ങളിൽ നീർക്കാക്കകളടക്കം നിരവധി പക്ഷികളാണ് ചേക്കേറിയിരുന്നത്. ഇവയുടെ കാഷ്ഠം ഭക്തർക്ക് ശല്യമാകുന്നതായി പരാതിയുണ്ടായിരുന്നു. പക്ഷിശല്യത്തെ തുടർന്ന് മരങ്ങൾക്ക് താഴെ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ദേവസ്വം പറയുന്നത്. എന്നാൽ ഇത് പരിഹരിക്കേണ്ടതിനു പകരം മരങ്ങൾ മുറിച്ചുമാറ്റിയത് പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രമേശ് പുത്തൂർ പറഞ്ഞു. തെക്കേ നടയിൽ നമ്മുടെ കൂവളത്തിന്റെ തൊട്ടടുത്ത് ഒരു 4 മരങ്ങൾ, ഒരു പുളി, ഒരു മാവ്, ഒരു അത്തി, ഇത്രയും സാധനങ്ങൾ ഒരുന്ന് മുറിച്ച് നീക്കണ്ടായി. ഇത് പക്ഷി മൂലത്തെ നീർക്കാക്കകൾ വന്നിരുന്ന് അവിടെ പരിസരം വൃത്തിയാക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് അവിടെ ചെയ്തത്. പക്ഷെ ഈ നീർക്കാക്കകളെ ഓടിക്കാൻ പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരും പ്രകൃതി സംരക്ഷണത്തിന്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാലോചിച്ചും ഫോറസ്റ്റിന്റെ ആൾക്കാരായിട്ട് കൂടിയാലോചിച്ചും ആ മരങ്ങൾ മുറിക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ മരം മുറിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയാച്ചാൽ ആ പക്ഷികളെ അവിടെ നിന്ന് ഓടിക്കേണ്ടത് ശരിയാണ്. ഭക്തജനങ്ങൾക്ക് വളരെ ശല്യമാണ്. അതിന്റെ മണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് പകരം അത് മരം കടയോടെ കൊമ്പും ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞ് അത് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നാണ് ഞാനൊരു പൊതുപ്രവർത്തകനും ഗുരുവായൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഗുരുവായൂരിലെ സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. വനംവകുപ്പുമായും പരിസ്ഥിതി പ്രവർത്തകരുമായി കൂടിയാലോചിക്കാതെയാണ് മരം മുറിച്ചതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനായി ഏറ്റെടുത്ത ഈ ഭൂമിയിൽ നിരവധി മരങ്ങളാണ് ഉണ്ടായിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായി അവ മുറിച്ചു മാറ്റിയതിനാൽ വിരലിൽ എണ്ണാവുന്ന മരങ്ങളാണ് ശേഷിച്ചിരുന്നത്. ഇതിൽ 3 എണ്ണത്തിന്റെ കൂടി കടക്കലാണ് കത്തി വീണത്. പുനേർകുളം കുന്നത്തൂർ ദേവാസുര ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ യുവാവിന്റെ വിരൽ കടിച്ചു മുറിച്ച കേസിലെ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂണിയിൽ ബിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുന്നയൂർ വെട്ടിപ്പുഴ സ്വദേശി തറയിൽ സുനിലാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മുൻവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 4:30-ക്കായിരുന്നു സംഭവം. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബിനീഷ് സമീപിച്ചെങ്കിലും സുനിൽ ഒഴിഞ്ഞുമാറി. ഇതോടെ ബിനീഷ് സുനിലിന്റെ കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും തടയുന്നതിനിടെ ഇടതുകൈയിലെ മോതിരവിരൽ കടിച്ചു മുറിക്കുകയുമായിരുന്നു. വിരലിന്റെ എല്ലിന് പൊട്ടലുണ്ട്. സുനിലിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബിനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ചൊവ്വന്നൂർ സ്വദേശിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുദ്രപ്പറമ്പത്ത് വീട്ടിൽ 46 വയസ്സുള്ള സുജിതയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗോഡ്സൺ, മുഹമ്മദ് ഷെരീഫ്, മധുപ്രസാദ്, സനൽ എന്നിവർ അടങ്ങിയ സംഘമാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ച പേരിനൊപ്പം ചേർത്ത് പിടിച്ച ഗ്രാമത്തിന്റെ യശസ് ഉയർത്തിയ ചാലിശ്ശേരിയുടെ സ്വന്തം അജയൻ ചാലിശ്ശേരിയെ നാട് ആദരിക്കുന്നു. ഡിസംബർ 30-ന് അൻസാരി കൺവെൻഷൻ സെന്ററിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ നടക്കുന്ന ആദര സദസ്സിൽ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് PP ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പ്രമുഖ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ചെയർമാനായി 50 അംഗ സംഘാടക സമിതി തെരഞ്ഞെടുത്തു. യോഗത്തിൽ VV ബാലകൃഷ്ണൻ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, KR വിജയമ്മ, MM അഹമ്മദുണ്ണി, VK സുബ്രഹ്മണ്യൻ, PB സുനിൽ മാസ്റ്റർ, ഗോപിനാഥ് പാലഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്തെ സീനിയർ ഫോട്ടോഗ്രാഫർ ബിമോന്റെ പിതാവ് കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പുലിക്കോട്ടിൽ വീട്ടിൽ ഈയുക്കുട്ടി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. സില്ലാമണി ഭാര്യയാണ്. ബേണി മറ്റൊരു മകനാണ്. സുനിത, CCTV സീനിയർ വിഷ്വൽ എഡിറ്റർ പിനു എന്നിവർ മരുമക്കളാണ്. CCTVക്ക് വേണ്ടി ഡയറക്ടർ ബോർഡ് ചെയർമാൻ KR അനന്തരാമൻ പുഷ്പചക്രം സമർപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, KC ജോസ്, VK പ്രമോദ്, CS സുരേഷ്, NV അബ്ദുസമദ്, PM സോമൻ, CI വിജു, ഷാജി വി ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. റംല വീരാൻകുട്ടി ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റാകും. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട UDF അംഗങ്ങളുടെ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
ഇക്കുറിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കേവലം ഒരു സീറ്റിന്റെ മാത്രം ലീഡിലാണ് ചാലിശ്ശേരി പഞ്ചായത്തിൽ UDF-ന് ഹാട്രിക് ഭരണം ലഭിച്ചത്. 17-അംഗ ഭരണസമിതിയിൽ UDF-ന് 9, LDF-ന് 8 എന്നിങ്ങനെയാണ് അംഗസംഖ്യ. നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി 4 പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ നർമ്മ സന്ദേശകൻ, നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 11 വയസ്സുകാരൻ അലിയസ വരച്ച കാർട്ടൂൺ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ വ്യക്തികളുടെ കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ അലിയസ MTയുടെ മരണത്തെ തുടർന്ന് വരച്ച കാരിക്കേച്ചറും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാർട്ടൂണുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് നോക്കി വരയ്ക്കുന്നതിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അലിയസ ഒരു കുട്ടി കാർട്ടൂണിസ്റ്റായി ശ്രദ്ധേയനായത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് സത്താർ ആദൂരിന്റെയും ഷമീന ബീവിയുടെയും മകനായ അലിയസ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലയും സാമൂഹിക ബോധവും ചേർന്ന തന്റെ ചിത്രങ്ങളിലൂടെ ചെറുപ്പത്തിലെ വലിയ പ്രതീക്ഷകളാണ് അലിയസ കാർട്ടൂൺ മേഖലയിൽ തുറക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന നിലയിൽ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡിന് 11 വയസ്സുകാരൻ നെല്ലുവായ് സ്വദേശി അമൽ അരവിന്ദൻ അർഹനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ടാലന്റ് റെക്കോർഡ് ബുക്ക് അഡ്ജുഡിക്കേറ്ററും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റുമായ ഗിന്നസ് സാദൂർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അമലിന് സമ്മാനിച്ചു. സിനിമാ പ്രവർത്തകനായ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് അമൽ അരവിന്ദൻ. പൂതം വരവായി എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന ഖ്യാതി അമൽ നേടിയെടുത്തത്. പരസ്യചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് സിനിമയായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട്. ഒരു സംവിധാനം ചെയ്യണം, കുട്ടിയായിരിക്കുമ്പോൾ ഒരു സംവിധായകനാവണം എന്ന് അവൻ്റെ മനസ്സിലൊരു ആശയം തോന്നിയത്. ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അതിന് മുന്നിട്ട് ഇറക്കി. ഇത് ഒരു വർഷം ഇടവിട്ട് 1 വർഷത്തെ കാലയളവിലാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇപ്പം അതിൻ്റെ പൂർണ്ണമായ വർക്കുകളൊക്കെ കഴിഞ്ഞു. ജനുവരി 10-ന് അവൻ പഠിച്ച സ്കൂൾ ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രദർശനം നടത്തുകയാണ്. യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്ടർ എ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം കാറ്റഗറിയിലാണ് ഈ അംഗീകാരം. യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്ട് എ ഫീച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇത് ഇടം പിടിക്കുകയാണ്. എൻ്റെ ഒരു സന്തോഷം, ഞാൻ ഈ എരുമപ്പെട്ടി പ്രദേശത്തുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ എനിക്ക് അവരുടെ വ്യത്യസ്തമായ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യധാരയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ആര്യമ്പാടം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ. 4 വയസ്സു മുതൽ അഭിനേതാവായും മലയാള സിനിമയിലും പരസ്യചിത്രങ്ങളിലും കുട്ടികളുടെ നാടകരംഗത്തും അമൽ സജീവമാണ്. സിനിമയെ കുറിച്ച് അറിഞ്ഞത് അച്ഛൻ്റെ കൂടെ നടന്നിട്ടാണ്. അച്ഛൻ്റെ കൂടെ ചെറുപ്പം മുതൽ, അതായത് അച്ഛൻ ചെയ്ത ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും മ്യൂസിക്കൽ ആൽബത്തിലും ഒക്കെ അഭിനയിച്ചിട്ട് ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തങ്കം എന്നാണ് അഭിനയിച്ച സിനിമേൻ്റെ പേര്. അങ്ങനെയാണ് ക്യാമറേനെയും മറ്റേ ഡയറക്ടറിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചത്. പിന്നെ അച്ഛനും പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാണ്, പക്ഷെ അച്ഛൻ പറഞ്ഞു അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫുള്ള് കഥ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. കേരളത്തിലെ ഉത്സവങ്ങളുടെ തനിമ നിലനിർത്തുന്ന നാട്ടുവേലകളിൽ പാരമ്പര്യമായി പൂതം കെട്ടുന്ന ഒരു കുട്ടിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. സിദ്ധാർത്ഥ് നെല്ലുവായാണ് പ്രധാന കഥാപാത്രമായി അഭിനയിച്ചത്. ആർട്ടിസ്റ്റ് പെരിങ്ങോട് അശോകൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അരവിന്ദൻ ഫേസ് ഗാലറി പ്രൊഡക്ഷൻസ് ഹൌസിന്റെയും ആര്യമ്പാടം സർവോദയം സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണം. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ദേവൻ കെ പണിക്കർ, മനോജ് ചൊവ്വല്ലൂർ എന്നിവരും പങ്കെടുത്തു. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 12ാമത് ജില്ലാ സമ്മേളനം ഡിസംബർ 27-ന് കുന്നംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊമേഴ്സ് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കുന്ന TK ധർമ്മരാജൻ നഗറിൽ ചേരുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിയോടെ ജില്ലാ പ്രസിഡന്റ് KI റോബർട്ട് പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, ചർച്ച എന്നിവയും അംഗങ്ങൾക്കായി പ്രത്യേക ക്ലാസും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും.
വടക്കാഞ്ചേരിയിലെ ടാക്സ് പ്രാക്ടീഷണറായ വി അനുരുദ്ധൻ ഉൾപ്പെടെ മുതിർന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. സംസ്ഥാന നേതാക്കളായ MR മണികണ്ഠൻ, CG ശ്രീകുമാർ, A കണ്ണൻ, A രമേശ്, MK മധു, ഗോപകുമാർ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ജില്ലാ സെക്രട്ടറി VA ശശികുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബാബു പള്ളിപ്പുറത്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. പൊതുചർച്ചയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KI റോബർട്ട്, ട്രഷറർ ബാബു പള്ളിപ്പുറത്ത്, ജിൻസൺ T ജേക്കബ്, രവിറാം എന്നിവർ പങ്കെടുത്തു. ക്രിസ്തുമസ് എത്തി, നാടാകെ ആഘോഷ തിമിർപ്പിലാണ്. ക്രിസ്മസ് കരോളും റോഡ് ഷോയും സമ്മാന വിതരണവും തുടങ്ങി കളർഫുള്ളായ ആഘോഷങ്ങളുടെ ആരവങ്ങളോടെ ദിനങ്ങളാണ് ഇനി. വിവിധയിടങ്ങളിൽ നടന്ന ക്രിസ്തുമസ് കാഴ്ചകളിലേക്ക്. CCTVയിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ അനന്തരാമൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, KC ജോസ്, VK പ്രമോദ്, CS സുരേഷ്, NV അബ്ദുസമദ്, PM സോമൻ, CI ബിജു, ഷാജി വി ജോസ്, മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ജീവനക്കാരുടെ കരോൾ ഗാനാലാപനം, ആശംസാ സന്ദേശങ്ങൾ എന്നിവ ഉണ്ടായി. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ ബിൻസി ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. SI PS സാബു മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർമാരായി ചുമതലയേറ്റ കരുണ കുടുംബാംഗങ്ങളായ PK മഹിജ, ബഷീർ പൂക്കോട് എന്നിവരെ ആദരിച്ചു. കരുണ സെക്രട്ടറി സതീഷ് വാര്യർ, CI ജോർജ്, ഗീത ബാലകൃഷ്ണൻ, ഡാഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പെൻഷൻ, ക്രിസ്മസ് കേക്ക് എന്നിവ വിതരണം ചെയ്തു. ക്രിസ്മസ് കരോൾ, കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കിടപ്പു രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിൽ സാന്ത്വന പരിചരണം നൽകിവരുന്ന രോഗികൾക്കുള്ള കേക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. കൂനമുച്ചി പൗരാവലി പ്രസിഡന്റ് TV ജോൺസൺ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സഫീറ അസീസ്, മുൻ പഞ്ചായത്ത് അംഗം PK അസീസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നഴ്സ് സരള, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ബിജു, ബിഞ്ചു, ജസ്ന എന്നിവർ പങ്കെടുത്തു. ഓണം, ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ, ഓണക്കോടി, ക്രിസ്മസ് കേക്ക് എന്നിവ വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്നുണ്ട്. ചാലിശ്ശേരിയിൽ MPPM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ ഒരുക്കിയ വലിയ ക്രിസ്മസ് ട്രീ മനോഹര കാഴ്ചയായി. പള്ളിയിലെ മോർ പത്രോസ് പൗലോസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ 40 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ദൃശ്യാവിഷ്കാരം കൊണ്ട് ശ്രദ്ധേയമായത്. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി സ്റ്റിനോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ബൈറ്റ് B ബാബു, ട്രഷറർ എബിൻ C ശലമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ 15ഓളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജോലി കഴിഞ്ഞ് രാത്രി കഠിനാധ്വാനത്തിലൂടെയാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ട്രീയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് സ്തൂപാകൃതിയിൽ ഇരുമ്പ് പൈപ്പ് ഫ്രെയിമിനു ചുറ്റും 1400ഓളം പച്ച ഗിൽട്ട് മാലകൾ, ഗോൾഡൻ പൂക്കൾ, അത്തിപ്പഴം, ചെറിപ്പഴം എന്നിവയും 1500ഓളം LED ലൈറ്റുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സ്ഥാപിച്ച നിയോൺ നക്ഷത്രവും LED ലൈറ്റുകളും രാത്രിയിൽ മനോഹരമായി പ്രകാശിക്കും. ട്രീക്ക് സമീപം ഗിഫ്റ്റ് ബോക്സുകളും ചെറിയ സാന്താക്ലോസുകളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീക്ക് 60,000 രൂപയാണ് ചിലവായത്. പള്ളിയിൽ നടന്ന നുഹ്റുദോ യെൽദോ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു. നിരവധി വിശ്വാസികളാണ് ട്രീ കാണുവാനും ഫോട്ടോയെടുക്കാനുമായി എത്തുന്നത്. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, വിശ്വാസികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കാണിപ്പയൂർ ജനസ്നേഹ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും അരിവിതരണവും തൃശൂർ പഴയ റോഡ് പനങ്ങാട്ട് ബിൽഡിംഗിൽ നടത്തി. ജനസ്നേഹ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബൈക്കിൽ പര്യടനം നടത്തിയ ഡോക്ടർ ലിജിൻ കുരുവിള, അലൻ ജിന്നി എന്നിവരെ സിനിമാ നിർമ്മാതാവ് നെൽസൺ ഐപ്പ് ചടങ്ങിൽ ആദരിച്ചു. അരുണാചൽ പ്രദേശിലുണ്ടായ മണ്ണിടിച്ചിൽ അവിടെയുള്ളവർക്ക് രക്ഷകരാവുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തവരാണ് ഇവർ. വെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ പ്രസാദ് പുലിക്കോടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. സീനിയർ എഡിറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് C ഗിരീഷ് കുമാർ, ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ, സത്യഭാമ നാട്ടുവെളിച്ചം തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചൈതന്യ സ്കൂളിന് നൽകിയ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച റാമ്പിന്റെയും ക്രിസ്മസ് ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം ബാലസഹായ സമിതിയുടെ രക്ഷാധികാരിയും മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ അധ്യക്ഷനായി. LIC മുൻ ഡിവിഷൻ മാനേജർ സലോമി ജേക്കബ് ചൈതന്യ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കേക്കുകൾ സമ്മാനിച്ചു. ലിറ്റ ടോമിയും വാർഡ് കൗൺസിലർ ആർഷ ജിജുവും ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ബാലസഹായ സമിതി ആജീവനാന്ത അംഗങ്ങളായ നഗരസഭാ കൗൺസിലർമാരായ PG ജയപ്രകാശിനെയും ലബീബ് ഹസനെയും വാർഡ് കൗൺസിലർ ആർഷ ജിജുവിനെയും യോഗത്തിൽ അനുമോദിച്ചു. ചൈതന്യയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷിയുടെ നേതൃത്വത്തിൽ ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും സമ്മാനങ്ങൾ കൈമാറി. ചൈതന്യയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആർത്താറ്റ് അരമന സന്ദർശിച്ച് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത വിദ്യാലയത്തിലുള്ള സാമ്പത്തിക സഹായം കൈമാറി. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കാലിത്തൊഴുത്തിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ അനുസ്മരിച്ചുകൊണ്ട് വിദ്യാർത്ഥിനികൾ പുൽക്കൂടൊരുക്കി. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് വിനീത ഫിനോജ് അധ്യക്ഷനായി. അസംഷൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജിസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. തുടർന്ന് നടത്തിയ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ MPTA പ്രസിഡന്റ് നിമ്മി ഫിജോ വിതരണം ചെയ്തു. കുട്ടികൾ നിർമ്മിച്ച നക്ഷത്രങ്ങളും കരോൾ ഗാനവും ക്രിസ്മസ് പാപ്പമാരും ആഘോഷത്തിന് മാറ്റുകൂട്ടി. കേക്ക് മുറിച്ച് ക്രിസ്തുമസ് മധുരം പങ്കുവച്ചു. തെക്കേ അങ്ങാടി സെന്റ് മത്തിയാസ് പള്ളിയിൽ കരോൾ നൈറ്റ് നടത്തി. സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ നൈറ്റിൽ ഫാദർ ബെഞ്ചമിൻ OSA ക്രിസ്തുമസ് സന്ദേശം നൽകി. വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് അധ്യക്ഷത വഹിച്ചു. കൈസ്ഥാനി ലിജു C ഇട്ടുപ്പ്, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക എന്നിവർ സംസാരിച്ചു. ഇടവക അംഗങ്ങളുടെ കലാപരിപാടികളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ ടേബ്ലോയും ഉണ്ടായി. തുടർന്ന് സെക്രട്ടറി ബിനുരാജൻ നന്ദി പറഞ്ഞു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് വിഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിൽ ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അടുപ്പുട്ടി സെന്റ് മേരീസ് മഗ്ദലിൻ ഓർത്തഡോക്സ് കോൺവെന്റിലെ സിസ്റ്റേഴ്സായ യുനീസ് OCC, യുൽറ്റി OCC എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് K കേശവദാസ് എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ട്രീ, ഹോളി റീത്ത്, സ്നോമാൻ, റെയിൻഡിയർ എന്നിങ്ങനെ വിവിധ മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്കായി ഫ്ലവർ സാപ്പ് എന്ന ഫയർലെസ് കുക്കറി മത്സരവും നടന്നു. ചടങ്ങിൽ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികളായ ലെന മരിയ, സിജോ, അർച്ചന സുധീർ, അധ്യാപകരായ C മഞ്ജുഷ, ലിഷ ലോനപ്പൻ, TS സുരേഖ, സ്റ്റിൻഫി വിൻസൻ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പരിസര പ്രദേശങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൈമാറി. സ്കൂളിലെ നല്ലപാഠം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടുപ്പുട്ടി കരുണാലയം, മേരിമാത ബോയ്സ് കോട്ടേജ്, പഴഞ്ഞി ബോയ്സ് ഹോം, അഞ്ഞൂർ ദിവ്യദർശൻ എന്നിവിടങ്ങളിലേക്കാണ് സാധനങ്ങൾ നൽകിയത്. പ്രധാന അധ്യാപിക ജെൻസി KS പ്രവർത്തകരെ അനുമോദിച്ചു. കുട്ടികളിൽ സഹജീവി സ്നേഹവും ആർദ്രതയും വളർത്തുന്നതിനാണ് ഇത്തരം പാഠ്യേതര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് കോർഡിനേറ്റർ ടെറിൻ വർഗീസ് അറിയിച്ചു. അധ്യാപകരായ മെറീന തോമസ്, ബെൻസൺ ബാബു, ആൽവിൻ വർഗീസ് വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ബദനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSA മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുട്ടികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി. ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. സെന്റ് മേരീസിലെ കുരുന്നുകൾ ചുവപ്പും വെള്ളയും വസ്ത്രങ്ങൾ അണിഞ്ഞും ക്രിസ്മസ് പപ്പായുടെ വേഷം തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. ജോസഫിന്റെയും മറിയത്തിന്റെയും വേഷവിധാനം അണിഞ്ഞ കുരുന്നുകൾ ഉണ്ണി ഈശോയുടെ ജനനത്തെ അനുസ്മരിക്കുന്ന സ്കിറ്റ് അവതരിപ്പിച്ചു. തുടർന്ന് ടാബ്ലോ, വിവിധ തരത്തിലുള്ള ക്രിസ്മസ് ഡാൻസുകൾ, ബൈബിൾ റീഡിംഗ് എന്നിവ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ മിഖായേൽ, ഹനോക്ക് എന്നിവർ സംസാരിച്ചു. ക്രിസ്മസിന്റെ ഭാഗമായി രക്ഷകർത്താക്കൾക്ക് വേണ്ടി കേക്ക് ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടത്തി. കുരുന്നുകൾക്ക് ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു. കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും സഹകരണത്തോടെ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത അധ്യക്ഷത വഹിച്ച യോഗം മണലൂർ MLA മുരളി പെരുന്നെല്ലി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി ജയൻ, മുൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും പുതിയ ഭരണസമിതി അംഗവുമായ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ NA ബാലചന്ദ്രൻ, PK ആസീസ്, AA കൃഷ്ണൻ, രമ ബാബു, പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ MP സജീബ്, സൗമ്യ ധനൻ, സാഫിറ ആസീസ്,
വിനു ജോൺസൺ, ജോൺ കാക്കശ്ശേരി തുടങ്ങി ജനപ്രതിനിധികളും പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, VL ബിജു എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസ് കേക്കുകളും വിതരണം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നുഹ്റുദോ യെൽദോ കരോൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുതിരവണ്ടി ഓടിക്കുന്ന സാന്താക്ലോസ്, LED മുത്തുകുടകൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാലാഖക്കൂട്ടം, ഫ്ളാഷ് മോബ്, ബലൂൺ പിടിച്ച് DJ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പാപ്പമാർ, പഴയകാലത്തെ വസ്ത്രം അണിഞ്ഞ് വനിതാ സമാജം പ്രവർത്തകരുടെ മാർഗംകളി, 50ഓളം ക്രിസ്മസ് പാപ്പകൾ, 10 അടി ഉയരമുള്ള പൊയ്ക്കാൽ പാപ്പ, LED മാലാഖമാർ, വലിയ സ്മേൽ ഡോളുകൾ, ബാൻഡ് സെറ്റ് തുടങ്ങി കാഴ്ചയുടെ മനോഹാരിത തീർത്തുകൊണ്ടായിരുന്നു റോഡ് ഷോ. പള്ളിയിലെത്തിയതിനു ശേഷം ക്രിസ്മസ് സന്ദേശവും സമ്മാന വിതരണം, സ്നേഹവിരുന്നും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കൺവീനർ CV ഷാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാട്ടകാമ്പാൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച LDFിലെ MV പ്രശാന്തൻ മാസ്റ്റർക്ക് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പെങ്ങാമുക്ക്, ആനപ്പറമ്പ്, ചിറയ്ക്കൽ, പലാട്ടുമുറി, ചിറയൻകാട്, സ്ട്രായിൽ, രാമപുരം എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ്, CK സദാനന്ദൻ മാസ്റ്റർ, സന്തോഷ് കൊളത്തേരി, മനോജ് C ബേബി, ലെനിൻ VS തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്തോത്സവം ആരംഭിച്ചു. കേരള കലാമണ്ഡലം മോഹിനിയാട്ടം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി CS ബൈജു എന്നിവർ സന്നിഹിതരായി. തുടർന്ന് കുച്ചിപ്പുടിയും 2 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവാതിര മഹോത്സവവും ആരംഭിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി പട്ടും താലിയും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ചു. ക്ഷേത്രം ഊരാളിന്റെ ഇല്ലത്തുനിന്നും പാർവതി ദേവിക്ക് ചാർത്താനുള്ള പട്ടും താലിയും തിരുവാഭരണങ്ങളും നാമജപം, മംഗളവാദ്യാഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ചൊവ്വല്ലൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം സന്നിധിയിലെത്തിച്ച് പ്രദക്ഷിണം ചെയ്തു. തുടർന്ന് ചൊവ്വല്ലൂർ ശിവക്ഷേത്ര സന്നിധിയിലെത്തി ഊരാളിന്റെ കുടുംബത്തിലെ അന്തർജനം ശ്രീപാർവതിയുടെ നടയിൽ സമർപ്പണം നടത്തി. ഇതോടെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പട്ടും താലിയും ചാർത്തൽ ചടങ്ങിന് ആരംഭമായി. നെന്മിനി ബലരാമക്ഷേത്ര മാതൃസമിതിയുടെ നാരായണീയ പാരായണം ഉണ്ടായി. ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളിയും അരങ്ങേറും. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ നൃത്യങ്ങളും ഉണ്ടാകും. ചാലിശ്ശേരി ആതിഥേയത്വം വഹിക്കുന്ന ദേശീയ സരസമേളയുടെ പ്രധാന പന്തലിന്റെ കാൽനാട്ടിൽ നടന്നു. 1,00,000-ഓളം ചതുരശ്ര അടിയുള്ള പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത പവലിയനാണ് സരസമേളയ്ക്കായി തയ്യാറാക്കുന്നത്. പ്രധാന വേദിയെ 350 ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും 30 ഫുഡ് സ്റ്റാളുകളും ഇതിലുണ്ടാകും. സരസ സംഘാടക സമിതി ചെയർമാനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായ MB രാജേഷ് പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. സരസ്മേളയുടെ പന്തലിന്റെ കാല് നമ്മൾ നാട്ടി കഴിഞ്ഞു. ഇനി ഇന്ന് 22ആണ്, 10 ദിവസമാണുള്ളത്. 10ാമത്തെ ദിവസം സരസ്മേളയ്ക്ക് തുടക്കം കുറിക്കുക. അപ്പോൾ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഘോഷയാത്ര വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇനി മുതൽ ഏർപ്പെടണം. നമ്മൾ വീട് കയറി കണക്കത്തും പ്രോഗ്രാം നോട്ടീസും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വീട് ഒഴിവാക്കരുത്. എല്ലാ വീട്ടിലും കുടുംബശ്രീയുടെ അയൽക്കൂട്ടാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന മേളയിൽ എല്ലാ ദിവസവും കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് മേള. ജനുവരി 2-ന് വൻ ജനപങ്കാളിത്തത്തോടെ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും. ഡിസംബർ 22-ന് ചാലുശ്ശേരി മുലിയമ്പറമ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പന്തൽ കാൽനാട്ടൽ ചടങ്ങിൽ മുൻ MLA TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ ലതാ സുഗുണൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സെയ്തല VP, CDS ചെയർപേഴ്സൺ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഗുരുവായൂർ ക്ഷേത്രനടയിലെ വഴിയോര കച്ചവടക്കാരനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് കൈ തല്ലിയൊടിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വർഷങ്ങളായി ക്ഷേത്ര പരിസരത്ത് കഴിയുന്ന പാലക്കാട് വടക്കുംചേരി സ്വദേശി മീശ എന്ന് വിളിക്കുന്ന ചന്ദ്രനുമായാണ് ടെമ്പിൾ SI R ദേവദാസും സംഘവും തെളിവെടുപ്പ് നടത്തിയത്. ചാവക്കാട് തിരുവത്ര സ്വദേശി ചീരമ്പത്ത് രാജേന്ദ്രനെയാണ് കഴിഞ്ഞ 12-ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. നടപ്പാതയിൽ മലമൂത്ര വിസർജനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ലീഡർ കെ കരുണാകരന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ, NK അബ്ദുൾ മജീദ്, ശശിധരൻ കണ്ടംപുള്ളി, ബിജു ജോബ്, സലാം ചിറക്കൽ, KK ഇക്ബാൽ, CC സക്കറിയ, ജനാർദ്ദനൻ അതിയാരത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കെ കരുണാകരന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ചാവക്കാട് INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. INTUC മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് RM റൌഫ് അധ്യക്ഷത വഹിച്ചു. INTUC ബ്ലോക്ക് ഭാരവാഹികളായ KK ഹിറൂഷ്, രാജൻ പനക്കൽ, AK മുഹമ്മദ് അലി, RM അബൂബക്കർ, RK ഷാബിർ, മുസ്തഫ മണത്തല, CP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിനു മുന്നിൽ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണവുമുണ്ടായി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, KS വാസു, പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ലിയ ജോജോ, സിമി സ്റ്റെൽസൺ, ആൻലി ജിബി, കോൺഗ്രസ് നേതാക്കളായ TO ജോയ്, ജസ്റ്റിൻ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. മന്നലാംകുന്ന് സെന്ററിൽ നടന്ന ദിനാചരണത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷനായി. കരുണാകരൻ UAE ചാപ്റ്റർ ചെയർമാൻ ബിജേഷ് വലിയകത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ തെക്കാത്ത് മുഖ്യാതിഥിയായി. നിയുക്ത ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുബൈദ പാലക്കൽ, TA ആയിഷ, സലീം കുന്നമ്പത്ത്, മുഹമ്മദ് അസ്ലം, ഷഹന ഷിഹാബ്, പുനയൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് സൈദലവി പടിഞ്ഞാറയിൽ, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ണിത്തുറയ്ക്കൽ, കരുണാകരൻ ഫൗണ്ടേഷൻ ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് KH നൌഷാദ്, പുനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അണ്ടത്തോട് ഇന്ദിരാഭവനിൽ പുനേർകുളം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാഹിദ് കൊപ്പര അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാഭവൻ സെക്രട്ടറി ഉസ്മാൻ ആനോടിയിൽ, കോൺഗ്രസ് പുനേർകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഗണേശൻ പെരിയമ്പലം, മുൻ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൌലവി, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഹാഷിം അച്ചാരത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, രാജു ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കെ കരുണാകരൻ ദിനാചരണത്തിൽ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രപ്രകാശ് ഇടമന, MC ഐജു, അജു നെല്ലുവായ്, പഞ്ചായത്ത് മെമ്പർമാരായ NK കബീർ, മീന സലമോൻ, ആനി ടീച്ചർ, ഷാജി വർഗീസ്, MR സജിത എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി കെ കരുണാകരനെ അനുസ്മരിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട്, നഗരസഭാ കൌൺസിലർമാരായ VS നവനീത്, പ്രിയ രാജേന്ദ്രൻ, സുഷ ബാബു, ബിന്ദു നാരായണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ സമ്മേളനം പ്രസിഡന്റ് PK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ നിഷ അരേഗത്ത്, CK സുലൈമാൻ, KR ഉണ്ണിക്കുട്ടൻ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MM മനീഷ്, ട്രഷറർ ദീപൻ പാതാക്കര, സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി.
ചാവക്കാട് ചത്തുരത്തിൽ നടത്തിയ ചടങ്ങ് AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണയൂർ അധ്യക്ഷത വഹിച്ചു. ഉമ്മർ ഫൈസി മുക്കം ആമുഖ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ MLA NK അക്ബർ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, അഡ്വക്കേറ്റ് VR അനൂപ്, സയ്യിദ് മുഹമ്മദ് ജിഫ്രി, ഓണമ്പിള്ളി മുഹമ്മദ് ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ്, നൌഷാദ് ഭാഗവി ചിറയൻകീഴ് എന്നിവർ സംസാരിച്ചു. അബൂബക്കർ ഫൈസി ചെങ്ങമ്മനാട് സ്വാഗതവും അബ്ദുൽ കരീം ഫൈസി നന്ദിയും പറഞ്ഞു. ചാവക്കാട് ടൗണിൽ നിന്ന് ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് കാസർകോട് കുണിയയിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ വെച്ച് സമസ്തയുടെ ശതാബ്ദി ആഘോഷം നടക്കുക. പുനേർകുളം ചെറായി കൊച്ചമ്പാടി സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. വിളക്കാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് 6-ന് ആറന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് താലം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് ഭജന, പന്തലിൽ പാട്ട്, പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട എന്നിവയും ഉണ്ടായി. ചടങ്ങുകൾക്ക് ഇയാൾ രാമചന്ദ്രൻ ഗുരുസ്വാമി കാർമ്മികനായി. സഹസ്രദീപം, ഭജന, ഭിക്ഷ എന്നിവയും ഉണ്ടായിരുന്നു. ₹1000 പെൻഷൻ പദ്ധതി വ്യാജമാണെന്ന് പറഞ്ഞ് വീഡിയോ സഹിതം പ്രചരിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചു. ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടി സെന്ററിൽ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ സെക്രട്ടറി CS ഷിജിത്ത്, പ്രസിഡന്റ് PH മഹറൂഫ്, PA മുത്തലിബ്, PP കിരൺ, PA ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,670 രൂപ, പവന് 1,01,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 220 രൂപ. ചരമം: മാവേലിക്കരയിൽ താമസിക്കുന്ന പഴഞ്ഞി വാഴപ്പിള്ളി തമ്പി ഭാര്യ ലില്ലി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടത്തി. ലിതേഷ്, ലിഷ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ജെറൂസലേം തയ്യിൽ വീട്ടിൽ ശശി നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തി തീരത്ത് നടത്തി. രാജൻ, പരമേശ്വരൻ, ശകുന്തള എന്നിവർ സഹോദരങ്ങളാണ്. റിട്ടയേർഡ് ഗവൺമെന്റ് പ്രിന്റിംഗ് സ്റ്റേഷനറി കൺട്രോളർ കുന്നംകുളം ചിറളയം അയ്യപ്പത്ത് പത്മനാഭൻ നായർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. NSS തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റായും കുന്നംകുളം കരയോഗം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. വരവൂർ കിഴക്കൂട്ട് ജാനകി അമ്മയാണ് ഭാര്യ. ശ്രീലത, ശ്രീരാജ് എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. യുവ കർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റു മരിച്ചു. പഴഞ്ഞി ജെറൂസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത്. പഴഞ്ഞി അരുവായി പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുവാൻ കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. വെസ്റ്റ് മങ്ങാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. മതിയാട്ട് വീട്ടിൽ പ്രണവ്, സുഹൃത്ത് എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ പക്കലുള്ള ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേ ഉള്ളൂവെന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ച നടന്നിട്ടേയില്ലെന്നും VD സതീശൻ. ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില പവൻ 1 ലക്ഷം കടന്നു. സ്വർണ്ണവില ഒരു വർഷത്തിനുള്ളിൽ ഏറുന്നത് ഇരട്ടിയിലേറെ. ഈ വർഷം ആദ്യം ഗ്രാമിന് 7,150 രൂപയും പവന് 57,200 രൂപയുമായിരുന്നു സ്വർണ്ണവില. 1,01,600 എന്ന മാന്ത്രിക സംഖ്യ തൊടുന്നത് വർഷാവസാനം അടുക്കുമ്പോൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.